അപ്പോൾ എങ്ങനെ കാര്യങ്ങൾ? ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ചെറിയൊരു ഡീലല്ല. നമ്മളൊരു DNA, അതായത് നമ്മുടെ കയ്യിലുള്ള DNA ഒരു മനുഷ്യൻ്റെ ശരീരത്തിലോട്ട് ഇഞ്ചെക്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുള്ള DNA അത് ഹൈഡ് ആവുകയും ഈ DNA പരിശോധനയൊക്കെ ഇല്ലേ, അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്ത DNA ആയിരിക്കും അതിൽ പ്രതിഫലിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്ന DNA അവർക്ക് എന്തെങ്കിലും സ്വഭാവ വ്യത്യാസങ്ങൾ വല്ലതും വരുമോ? നോ 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 നമ്മുടെ DNA ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന DNA ആണ്. അതൊരിക്കലും ഒറിജിനൽ DNAയിൽ മാറ്റമൊന്നും ഉണ്ടാക്കത്തില്ല. നിങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ കോടിക്കണക്കിന് രൂപ ഈ ഒരു പ്രോജക്റ്റിന് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. ഇത് പബ്ലിക്കിൻ്റെ ഇടയിൽ എന്ത് റിസൾട്ടാണ് ഉണ്ടാക്കുന്നത്? എനിക്ക് എൻ്റെ പേയ്മെൻറ്റ് ഇരട്ടിയായിട്ട് കിട്ടണം. എടാ മോനെ, അവർ ഫസ്റ്റ് ക്ലയൻറ്റ് മിസ്സിസ് സവിത KD ഗ്രൂപ്പിൻ്റെ ഓണറിൻ്റെ വൈഫാണ്. ഇവർക്കാകെ ഒരു മോനാ ഉള്ളത്. ഭർത്താവ് ഓണർ കണ്ണന്, ഭാര്യ സംശയമാണ്. വർഷങ്ങളായിട്ട് ഈ പേരും പറഞ്ഞ് രണ്ടുപേരും ഭയങ്കര വഴക്കായിരുന്നു. കോടതിയിൽ ഡിവോഴ്സിൻ്റെ പെറ്റീഷൻ വരെ ഫയൽ ചെയ്തിട്ടുണ്ട്. ഇത് മീഡിയയിലൊന്നും അത്ര എക്സ്പോസ്ഡ് ആയിട്ടില്ലല്ലോ. അതവരുടെ പണത്തിൻ്റെ സ്വാധീനം. ഇവിടെയാണ് നമ്മുടെ പ്രോജക്റ്റിന്റെ സക്സസ് ഇരിക്കുന്നത്. DNA പരിശോധന നടത്താൻ വേണ്ടി മിസ്റ്റർ കണ്ണൻ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കണ്ണന്റെ മുടിയുടെ ഒരു സാമ്പിള് DNA സാമ്പിളായിട്ട് സവിത നമുക്ക് തന്നിട്ടുണ്ട്. കണ്ണൻ്റെ DNA നമ്മൾ അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തിട്ട് കണ്ണൻ്റെ മോൻ്റെ ശരീരത്ത് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യും. അപ്പൊ ശരിക്കും കണ്ണന്റെ മോനല്ലേ അത്? കണ്ണൻ്റെ മോനായിരുന്നെങ്കിൽ നമുക്ക് ഈ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. കോടതിയുടെ വിധി വരുമ്പോൾ അവൻ അവിടെ തോക്കും. ഇനി അവൻ പോലും അറിയാതെ അവൻ വിശ്വസിക്കും ആ കുഞ്ഞ് അവൻ്റെ ആണെന്ന്. കൊള്ളാം, ബ്രില്യൻറ്റ്. നിങ്ങൾ ചെയ്തു തന്ന ഉപകാരം ഞാൻ ഒരിക്കലും മറക്കത്തില്ല. നന്ദിയൊക്കെ അവിടെ ഇരിക്കട്ടെ, ഞങ്ങൾക്ക് പ്രധാന ഫണ്ടാ. അത് മതി. പറഞ്ഞതിനെക്കാട്ടി ഇരട്ടിയുണ്ട്. നിങ്ങളുടെ മോൻ്റെ യഥാർത്ഥ അച്ഛൻ ആ വ്യവസായ പ്രമുഖൻ മുകേഷാണല്ലേ? നമ്മുടെ പ്രധാന ലക്ഷ്യം ഇതൊന്നുമല്ല. പിന്നെന്തുവാ? നമസ്കാരം. ഈ മണിക്കൂറുകളിൽ കിട്ടുന്ന പ്രധാന ന്യൂസ്: അംബാനിയുടെ മകൻ ആണെന്ന് പറഞ്ഞ് ഒരു അനീഷ് എന്നൊരു വ്യക്തി കോടതിയെ സമീപിച്ചിരിക്കുന്നു. ഈ കേസിൽ കോടതിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ വ്യക്തമായ തെളിവുകൾ ആവശ്യമാണ്. അനീഷ് കോടതിയിൽ കൊടുത്ത തെളിവുകളെല്ലാം അംബാനിക്കെതിരാണ്. പരാതിക്കാരനായ അനീഷ് DNA പരിശോധനയ്ക്ക് വേണ്ടി കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കോടതി എന്ത് തീരുമാനം എടുക്കുമെന്നാണ് ലോകം മൊത്തം കാത്തിരിക്കുന്നത്. DNA പരിശോധനയ്ക്ക് ഈ കോടതി അനുമതി നൽകിയിരിക്കുന്നു. അനീഷ് അംബാനി കേസ് സുപ്രധാനമായ വരിത്തിരിവിലേക്ക്. അനീഷിന്റെ ആവശ്യപ്രകാരം DNA പരിശോധന കോടതി അംഗീകരിച്ചിരിക്കുന്നു. ലോകം കാത്തിരുന്ന അനീഷ് അംബാനി കേസിൽ ഇന്ന് വിധി. DNA റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. അനീഷിന് അനുകൂലമായിട്ടാണ് DNA റിപ്പോർട്ട് വന്നിരിക്കുന്നത്. പ്രതിയായ അംബാനി നഷ്ടപരിഹാര തുകയായി കോടതി വിധി പ്രകാരം 3000 കോടി രൂപയാണ് ആദ്യഘട്ട കോമ്പൻസേഷനായി അംബാനി അനീഷിന് കൊടുക്കേണ്ടത്. ശേഷം തൻ്റെ സ്വത്തിൻ്റെ 20% അനീഷിനോട് അവകാശപ്പെട്ടാണെന്ന് ഈ കോടതി വിധിക്കപ്പെടുന്നു. അംബാനിയുടെ ഓഹരിയുടെ 20% ഇനി മുതൽ അനീഷിനും അവകാശപ്പെട്ടാണ്. മുംബൈയിലുള്ള അംബാനിയുടെ ആഡംബര വീടിന്റെ 2 മുറികൾ ഇനി മുതൽ അനീഷിന് ഉപയോഗിക്കാം. ഇപ്പം കിട്ടിയതിൻ്റെ 50% നമ്മുടെ കയ്യിലാവും. കാരണം ആ പ്ലാൻ നമ്മുടെയാണേ. അംബാനി ഇതിനെതിരെ അപ്പീൽ കൊടുത്തിട്ടുണ്ടെങ്കിലും വിധി പ്രകാരം അനീഷിന് ഇതെല്ലാം ഉപയോഗിക്കാവുന്നതാണ്. അവർ നെക്സ്റ്റ് ക്ലയൻറ്റ് ദീപ പ്രഭാകർ. അറിയായിരിക്കുമല്ലോ. പിന്നില്ലയോ? അല്ല, ഇവർക്ക് എന്തിനാ നമ്മളെ ആവശ്യം? സ്വന്തം മോൻ്റെ സ്കെൽട്ടൺ ചേഞ്ച് ചെയ്ത് DNA ടെസ്റ്റ് നടത്തി കോടതിയെ പറ്റിച്ചു. അത് ചെയ്ത ജോർജ് കുട്ടിയെ അതേ നാണയത്തി തിരിച്ചു പണിയെടുത്താൽ ഇപ്പം കോടതിയിലുള്ള DNA നമ്മൾ ഗീതാ പ്രവാന്റെ ശരീരത്തിലോട്ട് ഇഞ്ചെക്ട് ചെയ്യും. വീണ്ടും നമ്മുടെ ജോർജ് കുട്ടി അകത്താവും. ഓ, ഈ പ്ലാൻ വെച്ചോണ്ടേ നമുക്ക് എലോൺ മസ്കിനെ വരെ പൊക്കണം. അങ്ങനെ ലോകത്തിലെ വലിയ കോടീശ്വരനാവണമായിരിക്കും അല്ലേ? എൻ്റെ പൊന്ന് സാറേ, ഈ ടെസ്റ്റ് എങ്ങാണ് അമേരിക്ക വെച്ച് നടത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്പം പൊളി. അപ്പൊ പിന്നെ നമ്മുടെ അടുത്ത പ്ലാൻ എന്തുവാ? അടുത്ത പ്ലാനൊക്കെ എപ്പോഴേ സെറ്റായി. ഇനി നമ്മൾ ഇഞ്ചെക്ട് ചെയ്യാൻ പോകുന്നത് വെറും ഡ്യൂപ്ലിക്കേറ്റ് DNA അല്ല, അതിൻ്റെ പവർ നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. എന്ന് വെച്ചാ ഇപ്പൊ തന്നെ സച്ചിന്റെ DNA തന്റെ ശരീരത്തിൽ ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ തനിക്ക് സച്ചിൻ്റെ പവർ കിട്ടും. തന്നെ അത് ചുമ്മാതെ കിട്ടുമല്ല,
അത് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. അതൊന്ന് കണ്ടുനോക്കി. കിടിലം കളി. മിക്കവാറും അവന് 200 എടുക്കും. അടുത്ത ബോളി ഔട്ടായാലോ? അയ്യോ ഔട്ടായി. ഹൗ ഇസ് ഇറ്റ്? അടുത്തത് ഹൂ വാണ്ട്സ് ടു ബി എ മില്യണയർ? നോക്കൂ, അയാൾ 24 ക്വസ്റ്റ്യനും ഒരു ലൈഫ് ലൈൻ പോലും ഇല്ലാതെ കൃത്യമായിട്ട് പറയും. 1 കോടി നേടാൻ പോകുന്ന അടുത്ത ചോദ്യം നമുക്ക് പറയിപ്പിക്കാതിരുന്നാലോ? ദോഷമല്ലേ? അടുത്ത കാണിച്ചു കൊടുക്കുക. ആ ഓടുന്നത് ഹുസൈൻ ബോൾട്ടാ, ലോകത്തിലെ ഏറ്റവും വലിയ ഓട്ടക്കാരൻ. പുള്ളിക്കൊന്ന് അടിപതറിയാലോ? അയ്യോ ഒളിമ്പിക്സാ. അയാളുടെ റെക്കോർഡൊക്കെ ദേ കിടക്കുന്നു. ഇതാ നടക്കുന്നു നമ്മുടെ നെക്സ്റ്റ് പ്രോജക്റ്റ്. എന്തോ പരിപാടി? എന്താ ഷർട്ടൊക്കെ ഇട്ടോണ്ട് മരുന്ന് കഴിച്ചോ? ഇല്ല, ഇവനും ഞാനും കൂടെ കണ്ടുപിടിച്ചു. പച്ചവെള്ളത്തിൽ നിന്ന് DNA കോടിക്കണക്കിന് രൂപ കിട്ടും. സത്യം കിട്ടും. ഡോക്ടറിനെ പാർട്ട്ണറാക്കാം. എന്താ മരുന്ന് കഴിച്ചായിരുന്നു? ഞാൻ കഴിച്ചില്ല, എനിക്ക് വേണ്ട. നീ കഴിച്ചോ? നമ്മൾ പണ്ടേ കഴിക്കാറില്ലല്ലോ. 3 DNA. ഹുസൈൻ ബോൾട്ട്, സച്ചിന്, പിന്നെ റിലയൻസിന്റെ മാനേജർ. ദൃശ്യത്തിലെ വരുണിന്റെ DNA ഉണ്ട്. ഞാനൊന്ന് ഓഫീസിന്റെ അപ്പുറം വരെ പോയപ്പോഴത്തേക്കും എന്റെ ഓഫീസിനകത്ത് കയറി എന്റെ കോട്ട്, സിറിഞ്ച് എവിടാ കയറി ഇരിക്കുന്നേ? എന്തുവാടാ ഇത്? ഇത് കഴിഞ്ഞ് എല്ലാത്തിനും ഞാനൊന്ന് കാണുന്നുണ്ട്. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്ത, കായംകുളം മെന്റൽ ആശുപത്രിയിൽ നിന്ന് 3 യുവാക്കൾ വെള്ളത്തിൽ നിന്നും DNA കണ്ടുപിടിച്ചു. ന്യൂസ് കഴിഞ്ഞ് TV ഒക്കെ ഓഫ് ചെയ്ത് അങ്ങോട്ട് ഇറങ്ങി. ഇല്ല എടാ അങ്ങോട്ട് ഇറങ്ങി എന്റെ സ്റ്റുഡിയോ അങ്ങോട്ട് ഇറങ്ങി മരുന്ന് തരാം. അപ്പൊ എല്ലാരും വരിയായിട്ട് അങ്ങോട്ട് ഇറങ്ങി വന്നേ. അങ്ങോട്ട് ഇടാ. ഞാൻ 1 കോടി രൂപ അധികത്തിൽ തരാം. ആ ഡോക്ടറുടെ DNA ഒന്ന് മാറ്റാമോ? പച്ചവെള്ളത്തിൽ കൊള്ളാം.